കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് തലയില്ലാത്തൊരു മൃതദേഹം കരയ്ക്കടിഞ്ഞതിൽ ദുരൂഹത. പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണ് ഒഴുകിയെത്തിയതെന്ന് പോലീസ്. മൃതദേഹത്തിലുണ്ടായിരുന്ന മുറിവ് മുൻപ് പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റേതാണ്. കേരളത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം അല്ല എന്നും കണ്ടെത്തൽ. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പർബ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്താണ് പോലീസ് പറയുന്നത്? മാധു, ശനിയാഴ്ച രാവിലെയാണ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഇത്തരത്തിൽ തല വേർപെട്ട ഒരു മൃതദേഹം കരക്കടിഞ്ഞത്. ഒരു പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അതിൽ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടിക്കിടെ ഈ ശരീരത്തിൽ ചില മുറിവുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്നാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അതായത് മുമ്പ് ഒരു തവണ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണ് ഈ കടപ്പുറത്ത് കരക്കടിഞ്ഞത് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ പോലീസിന് നൽകിയിട്ടുള്ള വിവരത്തിൽ പറയുന്നത്. അത് മറ്റൊരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. ഇത് കേരളത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തൊരു രീതിയല്ല. പലയിടങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ ടെക്നിക്കൽ രീതി പല രീതിയിലാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലോ കർണാടകയിലോ ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫൈൻഡിങ്സ് ആണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള സർജൻ, പരിയാരം മെഡിക്കൽ കോളേജിലെ സർജൻ പോലീസിന് നൽകിയിട്ടുള്ളത്. എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ തല വേർപെട്ട് പോയതുകൊണ്ട് തന്നെ ഇത് ആരാണെന്നോ ഈ മൃതദേഹത്തിന്റെ എത്ര പ്രായമുണ്ടെന്നോ ഒന്നും നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം അത്തരമൊരു ഘട്ടത്തിലാണുള്ളത്. എന്തായാലും ഇതിലൊരു ദുരൂഹതയുണ്ട്. അതിലേക്കുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഒഴുകിയെത്തിയ മൃതദേഹം തലയില്ലാത്ത മൃതദേഹമാണ് വന്നത്. അത് മുൻപ് പോസ്റ്റ്മോർട്ടം ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കേരളത്തിലല്ല എന്നുള്ളതിൽ നിഗമനത്തിലേക്കും എത്തിയിരിക്കുന്നു.